അതിന് മനുഷ്യന്റെ ഉൽപ്പത്തിയോളം പഴക്കം കാണും. 1937 കൂടിയാണ് ഇന്ത്യക്കാരുടെ ബഹ്റിൻ പ്രവാസം ഗുജറാത്തിൽ നിന്നുള്ള കുടുംബത്തിന്റെ പവിഴദ്വീപിലേക്കുള്ള സഞ്ചാരത്തിലൂടെ ആരംഭിച്ചത്. 70കളോടെ കേരളീയരും ഇവിടേക്ക് പ്രയാണം തുടങ്ങി. ആയിരക്കണക്കിന് മനുഷ്യരുടെ അധ്വാനവും ഈ നാടിന്റെ പ്രിയപ്പെട്ട ഭരണാധികാരികളുടെ ദീർഘവീക്ഷണവും ചേർന്ന് അറബി പൊന്നിന്റെ ഈ നാട് വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി ചവിട്ടിക്കയറി. അതോടൊപ്പം നമ്മുടെ കേരളവും പുരോഗമിച്ചുകൊണ്ടിരുന്നു. 10,000-കണക്കിന് ജീവിതങ്ങൾക്ക് ഈ നാട് താങ്ങും തണലുമായി തുടരുന്നു. 80കളുടെ പകുതിയിൽ പുരോഗമന ചിന്താഗതിക്കാരായ വളരെയധികം പേർ പലവിധ കാരണങ്ങളാൽ ഈ പവിഴദ്വീപിലെ പ്രവാസികളായി. അതിലൊരു സംഘം ചെറുപ്പക്കാരുടെ ശ്രമഫലമായി ദേശാഭിമാനി പത്രത്തിന്റെ സാമ്പത്തിക ശേഖരണാർത്ഥം ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ പുറപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് സഖാവ് EK നായനാരെയും സഖാവ് MV രാഘവനെയും ബഹ്റിനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ആ നേതാക്കൾ നൽകിയ ഉപദേശത്തിൽ നിന്നുയർന്ന ചിന്തയുടെ ഊർജം 1984-ൽ അറബ് ഇൻഡോ കൾച്ചറൽ അസോസിയേഷൻ എന്ന പുരോഗമന സംഘടനയ്ക്ക് രൂപം നൽകി. 2 വർഷങ്ങൾക്ക് ശേഷം ആ കൂട്ടായ്മ ബഹ്റിൻ പ്രതിഭ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. രൂപീകരണ നാൾ മുതൽ സംഘടനാ പ്രവർത്തനം പരിമിതികളും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു. അത്തരം സാഹചര്യങ്ങളോട് പോരാടിയാണ് ഇന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ കീഴിൽ 4 മേഖലാ കമ്മിറ്റികൾ, അതിനു താഴെ 26 യൂണിറ്റുകൾ, വനിതാവേദി, ബാലവേദി, ശാസ്ത്രവേദി, നാടകവേദി, ഫിലിം ക്ലബ്, പ്രസംഗവേദി, സാഹിത്യവേദി, കായികവേദി, നോർക്ക വിംഗ്, ജീവകാരുണ്യം എന്നിങ്ങനെ 13 സബ് കമ്മിറ്റികളും ആകെ 4000-ഓളം വരുന്ന അംഗങ്ങളും എന്ന നിലയിൽ പ്രതിഭ മാറി. യോഗം ചേരാൻ ഒരു മുറി പോലും ഇല്ലാതിരുന്ന പഴയ കാലഘട്ടത്തിൽ നിന്ന് പ്രതിഭ സെന്റർ എന്ന നാമത്തിൽ സൽമാനിക്കടുത്ത് കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചു വരുന്നു. 4 മേഖലകൾക്കും ഓരോ ഓഫീസ് എന്ന സംവിധാനത്തിലേക്ക് വളർന്ന് കരുത്തു തെളിയിക്കുന്ന പ്രതിഭ അതിന്റെ 40-ാം വർഷത്തിലേക്ക് കടക്കുന്ന അസുലഭ സന്ദർഭത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. ആഹാരമില്ലാത്തവന് ഭക്ഷണത്തിന്റെ രൂപത്തിൽ, ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവർക്ക് സാന്ത്വനത്തിന്റെ മൃദു തലോടലായി, തൊഴിലിടങ്ങളിൽ നീതി നിഷേധിച്ചവർക്ക് ഒരു നല്ല മധ്യവർത്തിയായി, രോഗപീഡനമേറ്റവർക്ക് മരുന്നായി, പലിശക്കാരന്റെ പിടിയിൽപ്പെട്ടവർക്ക് ന്യായം കാക്കുന്ന രക്ഷകരായി, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഉറ്റവരുടെ ദേഹം കാണാൻ അവസരം നൽകുന്ന ഉടപ്പിറന്നവരായി പ്രതിഭ നിലകൊള്ളുന്നു. ഇതിനൊപ്പം പ്രതിഭ അംഗങ്ങളുടെ ജീവിത പരിരക്ഷയ്ക്കായി 2021-ൽ പ്രതിഭ സാന്ത്വനം പദ്ധതിയും രൂപീകരിച്ചു. 2017 ഫെബ്രുവരിയിൽ ബഹ്റിൻ രാജകുടുംബത്തിന്റെ ക്ഷണം സ്വീകരിച്ച് പവിഴദ്വീപ് സന്ദർശിച്ച കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് നൽകിയ പൗരസ്വീകരണം പ്രതിഭ സംഘാടനത്തിന്റെ മികച്ച മാതൃകയിൽ ഒന്നായിരുന്നു. പ്രതിഭയുടെ കെട്ടുറപ്പിനെയും സംഘടനാബലത്തെയും പ്രവാസലോകം ദർശിച്ച സന്തോഷകരമായ മണിക്കൂറുകളായിരുന്നു അത്. മുഖ്യമന്ത്രിയുടെ ആ സന്ദർശനമാകട്ടെ ബഹ്റിനും ഇന്ത്യയും, വിശിഷ്യ കേരളവുമായുള്ള പതിറ്റാണ്ടുകളുടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. ആദ്യകാലങ്ങളിൽ വാർഷിക സമ്മേളനമായാണ് പ്രതിഭയുടെ കേന്ദ്ര സമ്മേളനം നടത്തിയതെങ്കിൽ ഭരണഘടനാ ഭേദഗതിയോടെ ഏതാനും വർഷമായി 2 വർഷം കൂടുമ്പോൾ പ്രതിനിധി സമ്മേളനമായാണ് നടത്തപ്പെടുന്നത്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് നടന്ന 30ാമത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനായിരുന്നു. DYFI ദേശീയ പ്രസിഡന്റുമാരായ മുഹമ്മദ് റിയാസ്, AA റഹീം, ഉഖാസയുടെ സംസ്ഥാന സെക്രട്ടറി അശോകൻ ചെരുവിൽ എന്നിവർ പല വർഷങ്ങളായി കേന്ദ്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രഗത്ഭരാണ്. പ്രവാസം അവസാനിപ്പിച്ചിട്ടും